തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ ഈ ചക്കകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ വിളവ് നിലയ്ക്കുന്നില്ല. ഇത് ശരിക്കും മാങ്ങ പിടിക്കുന്ന ഇനോ? ശരിക്കും മാങ്ങ തന്നെ കണ്ട് ചെറിയ ഇനം ഒരു മാവാണ്. ഇത് വെച്ചിട്ട് 1 വർഷമായി. ഇതിപ്പോൾ നമസ്കാരം, എൻ്റെ പേര് അശോക് കുമാർ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് സൗത്ത് മങ്കുഴി പറയുന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ഒരു 4 വർഷമായി ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് റിട്ടയറായി വന്നതിന് ശേഷം എനിക്ക് ഈ നാടൻ പശുക്കൾ, നാടൻ മറ്റ് പച്ചക്കറി കൃഷി ഇതിനോടൊക്കെ വലിയൊരു താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 3 വർഷം മുമ്പ് ഇതുപോലെ 2 പശുക്കളെ മേടിക്കുകയും അപ്പോൾ അതിനെ വളർത്തി അതിൻ്റെ പിന്നെ പ്രസവം എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഈ ചാണകം, മൂത്രം ഇതെല്ലാം എടുത്ത് നമ്മൾ ഈ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ തികച്ചും പൂർണ്ണമായിട്ടും നമ്മൾ ജൈവപരമായിട്ടുള്ള കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, അത് നമ്മൾ അനുഭവിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അതായിരുന്നു. വിഷരഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുക, വിഷരഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ ഇത് നമ്മളൊരു വ്യാവസായികപരമായിട്ട് നോക്കിയാൽ അത്ര ഒരു ലാഭകരം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷരഹിതമായിട്ടുള്ള നമുക്ക് നല്ല ഭക്ഷണം സംതൃപ്തിയോടുകൂടി കഴിക്കാം. ഇതാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇത് വെച്ചൂർ ഇനത്തിൽപ്പെട്ടതാണ്. ഇവരുടെ പേര് നാരായണി എന്നാണ്. നാരായണി. അപ്പോൾ ഇവള് 13 മാസമായിട്ടുണ്ട്. ഇത് കിങ്ങിണി എന്നാണ് ഇതിന്റെ പേര്. കിങ്ങിണി. ഇത് കാസർഗോഡ് കുള്ളൻ. ഇതിപ്പോ നമ്മുടെ കൈ വന്നിട്ട് 3 വർഷത്തോളമായി കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇതിന് കറവയുണ്ട്, കറക്കുന്നുണ്ട് ഇതിനെ. ഇതും അതേ ഇനത്തിൽപ്പെട്ട കാസർഗോഡ് കുള്ളൻ തന്നെ. ഇതും ഏതാണ്ട് 4 മാസത്തിന് അടുത്തായി, 4 മാസത്തോളം ആയി ഇതും കുത്തി വെച്ചിട്ട്. ഇതും കുത്തി വെച്ചിട്ട്. ഇതും കടിഞ്ഞൂലാണ്. അപ്പൊ ഇതിന്റെ കുട്ടിയാണ് ഈ നിൽക്കുന്നത്. കാളക്കുട്ടിയാണ്. കാളക്കുട്ടി ഇതിന്റെ കുട്ടിയാണ്. എൻ്റെ വീട്ടിലുള്ള വിയറ്റ്നാമേറിൽ നിന്ന് ഉള്ള വിഭാഗത്തിൽപ്പെട്ട പ്ലാവാണ്. ഇത് ഒരു 2.5 വർഷത്തിൽ കായ്ക്കാൻ തുടങ്ങി. തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ ഈ ചക്കകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ വിളവ് നിലയ്ക്കുന്നില്ല. എപ്പോഴും നമുക്ക് ഇതിൽ ചക്ക ഉണ്ടാവും. ഇഷ്ടംപോലെ ഇതിന് വിളവ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വിളവ് ഇഷ്ടംപോലെ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും കണ്ടില്ലേ, ഇപ്പോഴും ഇങ്ങനെ. അപ്പോൾ അടുത്ത കളപൊട്ടി, ഇതിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കളപൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ വിളവെടുക്കുന്നതനുസരിച്ച് ഞാൻ വരും അല്ലേ? വിളവെടുക്കുന്നതനുസരിച്ച് ഇതിന് പ്രത്യേകിച്ച് വളം വല്ലതും ചെയ്തു? ഇതിന് പ്രത്യേകിച്ച് വളം എന്ന് പറയുന്നത് വളം എല്ലാം നമ്മൾ ഈ നമ്മുടെ ഈ പശുക്കളുടെ ഈ ചാണകം മാത്രം. നാടൻ പശുവിന്റെ ചാണകം അല്ലേ? നാടൻ പശുവിന്റെ ചാണകം. അതിന്റെ അല്ലാതെ പ്രത്യേകിച്ച് വേറെ വളമൊന്നും പ്രത്യേകിച്ച് വളമൊന്നും അധികം പൊക്കമൊന്നും വെച്ചിട്ടില്ല അല്ലേ? പൊക്കമില്ല അല്ലേ? ചെറിയൊരു പ്ലാവാണ്. ചെറിയ പ്ലാവാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സുകളുണ്ട്. അതിന്റെ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷന് ഇനിയിപ്പോൾ അടുത്ത സമയത്ത് ഇത് വീണ്ടും ഇത് പൂത്ത് വരുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്. വിളവ് കിട്ടിയിട്ടുണ്ട്. വിളവ് കിട്ടിയിട്ടുണ്ട്. ഒരു ഘട്ടം നമ്മൾ എടുത്തായി. പിന്നെ പയർ കൃഷി, പിന്നെ കുറച്ച് പയർ കൃഷികളുണ്ട്. പിന്നെ ചീര, പിന്നെ മറ്റേ ഈ വെണ്ടയ്ക്ക, കുരുമുളക്, മറ്റേ ചെറിയ കുരുമുളക്, തക്കാളി, ഇങ്ങനെയുള്ള കുറെ. ഇതെല്ലാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അല്ലേ? ഇതെല്ലാം നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നമ്മൾ വേണ്ടി ഈ ബാഗിൽ നമ്മൾ കൃഷി ചെയ്യുകയാണ്. ഇതിന്റെ എല്ലാം പിന്നെ ആധാരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ ഇതിന്റെ ഈ പശുവിന്റെ ആ വളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു രാസവളം ഒന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. അപ്പോൾ വീടിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് കോഴികളെ വളർത്താനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട്. കുറേ കോഴികളുണ്ട് ഇവിടെ. അതിൻ്റെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കോവൽ കൃഷി ഉണ്ട്. അതിപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടുകയും കുറച്ചൊക്കെ പുറത്ത് നമുക്ക് സെയിൽ ചെയ്യാനും കിട്ടും. അപ്പോൾ കോഴികൾക്ക് മെയിനായിട്ട് തണുപ്പ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. കുറച്ച് നെറ്റ് വിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പടർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ വിഷരഹിതമായിട്ടുള്ള ആഹാരം അതിനൊരു മാനസിക ഉല്ലാസം നമുക്ക് കിട്ടും. അതാണ് നമുക്ക് മനസംതൃപ്തകരമായിട്ട് നമുക്ക് ഇതെല്ലാം കഴിക്കാം. അതാണ് ഇതിനകത്ത് ഉള്ള ഒരു പ്രധാന ഘടകം. അല്ലാതെ
ഈ രാസവളങ്ങളോ അങ്ങനെയുള്ള യാതൊന്നും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. ഇത് ചെറിയനം ഒരു മാവാണ്. ഇത് വെച്ചിട്ട് ഒരു വർഷമായി. ഇതിപ്പോൾ ഒരു വർഷം ആയതേ ഉള്ളൂ. ഒരു വർഷം ആയതേ ഉള്ളൂ. ഇതുകൊണ്ടിപ്പോൾ മാങ്ങ പിടിച്ചിട്ടുണ്ട് അതിൽ. ഇത് 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 ഈ രീതിയിൽ വന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടൻ പശുവിൻ്റെ ഈ വളമാണ് ഇത് ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. നാടൻ പശുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാടൻ പശുവിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ. എല്ലാം നമ്മൾ ഈ ചെടികളും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ പശുവിൻ്റെ ഈ വളങ്ങളാണ്. ഓൾ സീസണിൽപ്പെട്ട ഒരു മാവാണ്. ഇത് വെച്ചിട്ട് ഇത് ഒരു 2 വർഷം കഴിഞ്ഞു. 2-2.5 വർഷമായിട്ടുണ്ട്. ഇത് ശരിക്കും മാങ്ങ പിടിക്കുന്ന ഇനമാണ്. ശരിക്കും മാങ്ങ അതേണ്ട കണ്ടില്ലേ, ഇതിലെല്ലാം മാങ്ങ പിടിക്കുന്നത് ശരിക്കും പൂത്തിട്ടുമുണ്ട്. അധികം പൊക്കമില്ല, ചെറിയ പൊക്കമൊന്നുമില്ല. നല്ല വെച്ചിട്ട് അധികം നാളൊന്നും പന്തലിച്ച് നിൽക്കുകയാണ്, ഹൈറ്റ് ഇല്ലാതെ കണ്ട്. ഇതെല്ലാം ഈ വളമൊന്നല്ല, നമ്മുടെ നാടൻ പശുവിൻ്റെ വളം അതിനെല്ലാം ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വീടിനോട് അനുബന്ധിച്ച് ഏതാണ്ട് 1 ഏക്കറോളം ഭൂമിയുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവിധ കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട്. വീടിൻ്റെ അകത്തും അതിനുള്ളിൽ എല്ലാവിധ പിന്നെ പച്ചക്കറി കൃഷികളും, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ ഈ പാവയ്ക്ക, ഈ എല്ലാ പച്ചക്കറികളും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാടൻ പശുവിൻ്റെ ചാണാനും ഈ അതിൻ്റെ മൂത്രവും ഉപയോഗിച്ചിട്ട് മാത്രമാണ്. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്മുടെ ഈ വിളവിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ വളരെ അപൂർവം ആൾക്കാർ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് നമ്മൾ ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ പശുക്കളെ ഇപ്പോൾ ഇവിടെ എനിക്കിത് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഫാമിലിയായിട്ടൊരു ടൂറ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നോക്കാൻ, വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ ഉള്ള ഒരു ചുറ്റുപാട് ഒത്ത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ തൽക്കാലം ആർക്കെങ്കിലും ഈ രീതിയിൽ നല്ല രീതിയിൽ നോക്കാൻ കഴിയുന്ന ഒരു പാർട്ടിക്ക് കൈമാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ താല്പര്യപ്പെടുന്നവർ ഞാൻ ഈ രാജീവിന് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കും. പുള്ളി ചാനലിനകത്ത് അതിനകത്ത് രേഖപ്പെടുത്തും. അപ്പോൾ അതുമായി അങ്ങനെ ബന്ധപ്പെടാം എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരെ കൊടുക്കുന്നുണ്ട് അല്ലേ? മാന്യമായ വിലയിൽ നല്ലപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ നീതിയായിട്ടുള്ളൊരു വിലയ്ക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന. ഒരെണ്ണം കുത്തിവെച്ചിട്ട് 4 മാസമായി. പിന്നെ 13 മാസമായിട്ടുണ്ട്. അപ്പോൾ 18 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ചുറ്റുപാടിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയെ ഇത് ഗ്രോത്ത് ചെയ്യുക എന്നുള്ള. അപ്പോൾ ആ ഗ്രോത്തിങ്ങിന് വേണ്ടുന്നത് ഈ നാടൻ പശുവിൻ്റെ ചാണവും അതിൻ്റെ മൂത്രവും ഇതുമാണ്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു താല്പര്യമുള്ള നല്ല രീതിയിലുള്ള ആഹാരം നമുക്ക് വളരെ സംതൃപ്തകരമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കഴിക്കാനും എല്ലാം പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് പ്രാധാന്യമായിട്ട് ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം. ഇത് നമുക്ക് ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഈ പഴമാണ് ഇത്. അതിൻ്റെ ഒരു ചെറിയ വാഴക്കൃഷി നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ അപ്പുറമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഷുഗർ ഉള്ളവർ മധുരം വളരെ കുറവാണ്. ഷുഗർ കണ്ടന്റ് വളരെ കുറവാണ് ഇതിനകത്ത്. തന്നെയല്ല നല്ല പുളിപ്പുമുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അത് നമ്മൾ മിക്ക ദിവസവും ഇത് ഇങ്ങനെ ഒന്ന് കൊല വെട്ടുമ്പോൾ അടുത്തയിലായി അങ്ങനെ കൊല നമുക്ക് മിക്കവാറും ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ കൊലച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പുറത്തൊരു കൊല ഉണ്ടായിരുന്നത് ഇങ്ങനെ വെട്ടി അത് പിന്നെ ഇത് പഴുത്തു കഴിഞ്ഞാലും വലിയ കളറൊന്നും വരത്തില്ല. ഈ നിറം ഇതൊക്കെ തന്നെ ചെറിയൊരു മഞ്ഞ നല്ല പൊക്കം വെക്കും. നല്ല പൊക്കമൊക്കെ വെക്കും. ചിലത് നല്ല വലിയ ഇച്ചിരി വലുതായിട്ടുള്ള പോലെ കൂടുതൽ കായ്കൾ കാണും.